ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് നട്ടി ബബിൾ കേക്കാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ കേക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. കേക്ക് ഉണ്ടാക്കാനായിട്ട് 1/4 കപ്പ് മൈദ, 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടേബിൾ സ്പൂൺ ബൂസ്റ്റ്, 1 കപ്പ് പഞ്ചസാര, 1/4 ടീസ്പൂൺ ഉപ്പ്, 1.5 ടീസ്പൂൺ സുർക്ക, 6 മുട്ട, 1/2 കപ്പ് ഓയിൽ, 1 ടീസ്പൂൺ വാനില എസൻസ്. ഇനി ഒരു ബൗളെടുക്കാം. മൈദ അരിപ്പ വെച്ചിട്ട് അതിലേക്ക് മൈദ, ബേക്കിംഗ് പൗഡർ, ഉപ്പ്, ബൂസ്റ്റ് ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ അരിപ്പയിലൂടെ നമ്മൾ അരിച്ചെടുക്കണം. ഇതിനെ നന്നായിട്ട് അരിച്ചെടുക്കുക. ബൂസ്റ്റ് ഒന്ന് കട്ട പിടിക്കും, അപ്പോൾ ഇതിനെ നന്നായിട്ട് അരിച്ചെടുക്കുക. ഇനി ഒരു ബൗളിൽ 6 മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. മുട്ടയുടെ മണം നന്നായിട്ട് പോകാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ തേനും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പൊടിക്കാത്ത പഞ്ചസാര ആയതുകൊണ്ട് 1 കപ്പാണ് ആഡ് ചെയ്യുന്നത്. പൊടിച്ചതാണെങ്കിൽ 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ട് ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ പൊടികൾ കുറേശ്ശെ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ എല്ലാ പൊടിയും ഒപ്പം ആഡ് ചെയ്യരുത്, അപ്പോൾ കേക്ക് ഹാർഡായി പോകും. ഇനി ഇതിലേക്ക് സുർക്ക ആഡ് ചെയ്ത് കൊടുക്കുക. ബേക്കിംഗ് സോഡ ആഡ് ചെയ്യുന്നില്ല, അതിന് പകരമായിട്ടാണ് സുർക്ക ആഡ് ചെയ്യുന്നത്. ഇനി 1/2 കപ്പും 2 ടേബിൾ സ്പൂണും വെള്ളം ചൂടാക്കിയതും 1/4 കപ്പ് ഓയിലും കൂടി മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാവരെയും റിപ്പീറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ബേക്ക് ചെയ്യുന്ന ടിന്നിലേക്ക് മാറ്റിയിട്ട് നമ്മളിതിനെ 30 to 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കണം. ഇനി കേക്ക് അസംബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് റൊട്ടേറ്റിംഗ് ടേബിളുമ്പോൾ കുറച്ച് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് കേക്ക് ബോർഡ് വെക്കുക. അതിന് മുകളിലൊന്ന് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കേക്കിനെ ലെയറായി മുറിച്ചിട്ടുണ്ട്. 4 ലെയറായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. ഇനി കേക്കിനെ ലെയർ വെച്ച് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ക്രീം സ്പ്രെഡ് ചെയ്തു. ഇനി ഇതിൽ വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതാണ്, വിപ്പിംഗ് ക്രീമൊക്കെ ചേർത്തിട്ട് മെൽറ്റ് ചെയ്തത്. ഇതൊന്ന് ആഡ് ചെയ്ത ശേഷം ഇതിനും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ 4 ലെയർ കേക്കും വെച്ചു. ഇനി ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്യുക. എന്നിട്ട് ക്രീം വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ക്രീമിനെ എല്ലാ ഭാഗത്തും എത്തുന്ന വിധം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ക്രീമിനെയൊക്കെ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കേക്കിൻ്റെ സൈഡൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യണം. അപ്പോൾ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ബദാം, കാഷ്യൂ നട്ട്, ചോക്ലേറ്റ് ചിപ്സ്, വൈറ്റ് ചോക്ലേറ്റും ഡാർക്ക് ചോക്ലേറ്റും ചിപ്സാണ്. ഇനി ഇതിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത ശേഷം നമ്മൾ മാറ്റി വെക്കണം. എന്നിട്ട് ഇതൊക്കെ ഈ കേക്കിൻ്റെ സൈഡിലിട്ടിട്ട് നമ്മൾ റെഡിയാക്കി എടുക്കണം. അപ്പോൾ കേക്കിൻ്റെ സൈഡിലൊക്കെ ഇതിട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതിൽ കുറച്ച് ചൂടാക്കിയ വിപ്പിംഗ് ക്രീമാണ് ആഡ് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കണം. അപ്പോൾ ഓരോ ബബിൾ രീതിയിലാണ് നമ്മൾ വരച്ചെടുക്കേണ്ടത്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ബൂസ്റ്റിൻ്റെ പൊടി ഒന്ന് അരിപ്പയിലിട്ടിട്ട് ഒന്ന് വിതറിയെടുക്കുക. ഇനി കേക്കിന് ചെറിയ രീതിയിലൊന്ന് ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. മുകളിൽ വെഡ്ഡിങ് ആനിവേഴ്സറി എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നട്ടി ബബിൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്